ഊട്ടി എല്ലാവരുടെയും പ്രിയപ്പെട്ട നാട്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഈ ഊട്ടി ഓർമ്മ വരും. ഈ കൊടും ചൂടൊക്കെ സഹിക്കാൻ പറ്റണം നമുക്കൊന്ന് ഊട്ടി പോയി വന്നാലും നമുക്ക് ചിന്തിച്ചു അല്ലേ. അപ്പോൾ ഊട്ടിക്ക് എത്തിക്കഴിഞ്ഞാലേ നമ്മൾ ഊട്ടിയിൽ തണുപ്പൊക്കെ അടിച്ച് തിരിച്ചു പോരുമ്പോൾ നല്ല കാണാൻ ഭയങ്കര സ്ഥലത്തൊക്കെ നമ്മൾ പോരണ്ടേ. അങ്ങനെ വരുമ്പോൾ നല്ലൊരു റൂട്ടാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഗൂഡല്ലൂർ വഴി നമ്മുടെ കേരളത്തിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ശിവസ്മൻ ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഊട്ടിയിൽ നിന്നും ഗൂഡല്ലൂർ വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. പോണ വഴി തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത നല്ല റോഡാണ് കേട്ടോ. അതുപോലെ സൈഡ് കാഴ്ചകൾ കണ്ടില്ലേ, അത്യാവശ്യം ഭംഗിയുണ്ട്. പിന്നെ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് പോണ വഴിക്കുള്ള അത്യാവശ്യം നല്ല ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ. പിന്നെ പുതിയ ആൾക്കാർക്ക് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടാം. വിപിൻ, തൃശ്ശൂരാണ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിലേക്കുള്ള യാത്ര. ഊട്ടിയിലെത്തി കഴിഞ്ഞാൽ ഗൂഡല്ലൂരിൻ്റെ ഒക്കെ നെയിം ബോർഡ് കാണാം. അപ്പോൾ ആ വഴിക്ക് പിടിക്കാം. കണ്ടില്ലേ, പോണ വഴിയൊക്കെ റോഡിലൊക്കെ വാഹനങ്ങൾ കുറവാണ്. അതുപോലെ വീതിയേറിയ വലിയ റോഡാണ്. പിന്നെ പോണ വഴിക്ക് നമുക്ക് അധികം കിട്ടുന്നത് തേയിലത്തോട്ടങ്ങളാണ്, സൈഡ് കാഴ്ചകളെ. പിന്നെ റൂട്ടിലും കാനിമൽസിനെ അധികം കാണാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ അധികം കാടുകളില്ല, അധികം കൃഷി സ്ഥലങ്ങളാണ്. അപ്പം മൃഗങ്ങളില്ല, പ്രകൃതി ഭംഗിയുള്ള കുറേ കാഴ്ചകളാണ് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോഴേ ക്യാരറ്റ് വിൽക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാം. ക്യാരറ്റ് മാത്രമല്ല കേട്ടോ, ബീട്രൂട്ട്, ചോളം, അങ്ങനെ കുറേ പച്ചക്കറി ഐറ്റംസുകൾ റോഡ് സൈഡിൽ കുറേ കച്ചവടക്കാരെ കാണാം. അത് വീഡിയോ പെട്ടിട്ടില്ല. നോക്കി ആ കാണുന്നൊക്കെ പച്ചക്കറി കൃഷിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് പോരുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയൊക്കെ മേടിച്ച് ഈ വഴിക്ക് വരാം. പിന്നെ വണ്ടിയിലൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കറുമുറ കഴിക്കാം. ഇങ്ങനത്തെ നാച്ചുറൽ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് യാത്രയ്ക്ക് നല്ല സുഖം ഉണ്ടാവും. പിന്നെ ഊട്ടിയിൽ തണവുണ്ടല്ലോ, അത് നമുക്ക് ഈ ഗൂഡല്ലൂർ വരെ നമുക്ക് ഇങ്ങനെ അനുഭവിച്ച് പോരാട്ടോ. പിന്നെ ഇതുപോലെ ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരാൻ വേറെ എൻ്റെ അറിയിൽ 2 വഴികളുണ്ട്. ഒന്ന് ഊട്ടിയിൽ തന്നെ അടിപൊളി സ്ഥലമായ കൊത്തഗിരി വഴി കോയമ്പത്തൂർ കൂടി പാലക്കാട് കടന്ന് നമുക്ക് കേരളത്തിലെത്താം. പിന്നെ നമുക്ക് മസീനഗുഡി വഴി, അത് നമുക്ക് വേണമെങ്കിൽ വയനാടൊക്കെ കണക്ട് ചെയ്ത് പോവാം. ആ വഴിക്ക് പോകാം മസീനഗുഡി വഴി. ഇനിയിപ്പോൾ വയനാട് പോകണ്ടെന്നുണ്ടെങ്കിൽ മസീനഗുഡി കണ്ട് ഈ പറഞ്ഞ ഗൂഡല്ലൂർ വഴിക്ക് എത്തണ്ട. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ റൂട്ടിൻ്റെയും ഫുൾ വീഡിയോ ശിവസ്മൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റൂട്ട് യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുപോലെ ഇന്നറിയപ്പെടുന്ന മിക്ക ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും ചാനലുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും വിധം അവതരിപ്പിച്ചെന്നാണ് വിശ്വാസം. പിന്നെ നമ്മളൊരു യാത്ര പോകുമ്പോഴേ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദേ ഈ വഴിക്കുള്ള ഹൈലൈറ്റ് കാഴ്ച പൈൻ മരങ്ങൾ, അതിനിടയിലൂടെയാണ് നമ്മൾ ഈ റൂട്ട് പോകുന്നത്. അത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ ഊട്ടിക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ഈ റൂട്ട് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ എല്ലാവരും മസീനഗുഡി വഴി ഊട്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതേ കാഴ്ചകൾ തന്നെ നമുക്ക് ഈ റൂട്ടും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഊട്ടി യാത്ര പ്ലാൻ ചെയ്യണമെങ്കിലേ എങ്ങനെയൊക്കെ പോകണമെന്ന് ചിന്തിച്ചാലേ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈ റൂട്ട് വേണമെങ്കിൽ ആദ്യം പോവാം. പോയി ഊട്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ മസീനഗുഡി റൂട്ട് പിടിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ നേരെ തിരിച്ച് ചെയ്യാം. മസീനഗുഡി ആദ്യം പോയിട്ട് പിന്നെ ഈ റൂട്ട് വേണമെങ്കിൽ തിരിച്ച് പിടിക്കാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയാലേ പോയ വഴി തന്നെ തിരിച്ചു വരരുത്. തിരിച്ചു വരാൻ വേറെ നല്ല വഴികളുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് ശ്രമിക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു വഴിയുണ്ടത്. വേറെ 2 വഴികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോവാം. ശരിക്കും ഊട്ടി എന്ന് പറയുമ്പോൾ ഊട്ടിയല്ല രസം, ഊട്ടിക്ക് പോകുന്ന വഴികളാണ് എൻ്റെ ഒരു അനുഭവത്തിൽ. അപ്പോൾ അതെ നമ്മുടെ കോളേജ് ഇവിടെ നിർത്തിയിട്ട് പൈൻമരങ്ങൾക്കിടയിൽ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ വണ്ടിയൊക്കെ നിർത്തി നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഈ ഭാഗങ്ങളിൽ. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര എന്ന് പറയില്ലേ, അങ്ങനെ വരുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ ഗൂഡല്ലൂർ പിടിക്കുക ആദ്യം. അപ്പോൾ ഈ ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങൾക്കുള്ള വഴി കാണാം. അതിൽ ചിലത് ഇതൊക്കെയാണ് കേട്ടോ. ഒന്ന് വയനാട്, അതുപോലെ മുതുമല വഴി മൈസൂർക്ക് പിടിക്കാം, വേണമെങ്കിൽ മസീനഗുഡിക്ക് വഴി തിരിക്കാം. പിന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ ഊട്ടി റോഡും കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഗൂഡല്ലൂർ വഴിക്ക് വന്നു കഴിഞ്ഞാൽ കറങ്ങാനുള്ള എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ നെയിം ബോർഡ് അവിടെ ഉണ്ട്. എന്നാലും ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ നമ്മുടെ വീഡിയോകളിൽ എല്ലാത്തിനും റൂട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പോകുന്ന സമയത്തൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ വന്നെടുത്ത് നോക്കുക, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത്. അപ്പോൾ അതെ വേറെ നല്ലൊരു വ്യൂ, തേയിലത്തോട്ടങ്ങൾ. ഈ ഭാഗത്ത് തേയിലത്തോട്ടങ്ങളുണ്ട്, റോഡിനോട് ചേർന്നിട്ടുണ്ട്. അതായത് റോഡിനോട് സമമായിട്ട് ഇവിടെ തേയിലത്തോട്ടങ്ങൾ അധികം പൊക്കത്തിലെല്ലാം ഉണ്ട്. ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ റൂട്ടിൽ ഇങ്ങനത്തെ കുറച്ച് തേയിലത്തോട്ടങ്ങളുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോയമ്പത്തൂർ വഴി നമ്മൾ ഊട്ടി തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾക്ക് നല്ലൊരു കറക്കത്തിനുള്ള സാധ്യത കുറവാണ്. ഈ വഴിക്കാകുമ്പോൾ നമുക്ക് എവിടേക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം. പിന്നെ അധികം ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ റൂട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ പറഞ്ഞ ഗൂഡല്ലൂർ എത്തി. ഗൂഡല്ലൂർ ടൗൺ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള എല്ലായിടത്തേക്കുള്ള നെയിം ബോർഡുകൾ കാണാം. ഞാനിപ്പോൾ നമ്മളെ തൃശ്ശൂർക്ക് പോവാണ്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോടിൻ്റെ നെയിം ബോർഡ് കിട്ടും.
അതായത് നാടുകാണി വഴി വഴിക്കടവ്, പെരിന്തൽമണ്ണ, വാളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഹൈവേ കൂടെ നേരെ തൃശ്ശൂരിലെ തൃപ്പയാറിനടുത്താണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ വാളാഞ്ചേരിയിൽ നിന്ന് നമുക്ക് കുറ്റിപ്പുറം കിട്ടും. കുറ്റിപ്പുറത്ത് നിന്ന് പൊന്നാനി, ഗുരുവായൂർ, തൃപ്പയാറ്, അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ ആ വാളാഞ്ചേരി നമുക്ക് പുതിയ ഹൈവേ കിട്ടുമുണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം കുറേ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വാളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് തെക്കോട്ടുള്ള ജില്ലകളിലേക്കും വടക്കോട്ടുള്ള ജില്ലകളിലേക്കും നമുക്ക് പോകാം. അപ്പോൾ ഈ പൊള്ളുന്ന വേനൽ ചൂടിൽ തണുപ്പിൻ്റെ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കിട്ടാൻ നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ പിടിച്ചോളൂ. യാത്രാവിശേഷങ്ങൾ ഇനിയും തുടരും. അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ശിവസ്മൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. അപ്പോൾ താങ്ക്സ് ഉണ്ട്.